പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിരുന്നു. ആ വീഡിയോസ് എല്ലാം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എല്ലാം എഴുതി അത് പഠിച്ച് കാണുമെന്ന് കരുതട്ടെ. ഇനി നമുക്ക് 3-ാമത്തെ വീഡിയോയിലേക്ക് പോകാം. മൂന്നാമത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് ഒരു പ്രോബ്ലമാണ്. Find the ratio in which line segment joining the points capital A 1 -5 and capital B -4 5 is divided by x-axis. Also find the point of division. ഇതാണ് ചോദ്യം. Find the ratio in which line segment joining the points capital A 1 -5 and capital B -4 5 is divided by x-axis. Also find the point of division. നമുക്ക് ആൻസറിലേക്ക് പോകാം. 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഞാൻ XY പ്ലെയിനിൽ ആ പോയിൻറ്റ്സ് 2 മാർക്ക് ചെയ്യുന്നു. എ എന്ന പോയിൻ്റ് എൻ്റെ കോർഡിനേറ്റ്സ് 1 -5 ആണ്. ബി എന്ന പോയിൻ്റ് എൻ്റെ കോർഡിനേറ്റ്സ് -4 5 ആണ്. -4 5. എ ബി എന്ന സെഗ്മെൻറ്റിനെ എക്സ് ആക്സിസ് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി എന്ന സെഗ്മെൻറ്റിനെ എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഏതാണ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ തുടങ്ങാം. ലെറ്റ് എക്സ് ആക്സിസ് ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ k:1. ലെറ്റ് പി ബി ദ പോയിൻ്റ് ഓഫ് ഡിവിഷൻ. ഓക്കെ, എക്സ് ആക്സിസ് എ ബിയെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ k:1 ആണെന്നിരിക്കട്ടെ, പി ആണെന്നിരിക്കട്ടെ പോയിൻ്റ് ഓഫ് ഡിവിഷൻ. അങ്ങനെയെങ്കിൽ പി എന്ന് പറഞ്ഞ പോയിൻ്റ് എ ബി എന്ന സെഗ്മെൻറ്റിനെ k:1 എന്ന റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിയുടെ വൈ കോർഡിനേറ്റ് നമുക്ക് പറയാം. വൈ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് Ly2 + My1/L+M ആയിരിക്കും. ദാറ്റ് ഈസ് k × -5 + 1 × 5 ഡിവൈഡഡ് ബൈ k+1 ആയിരിക്കും. ഇതായിരിക്കും പിയുടെ വൈ കോർഡിനേറ്റ്. അത് 0 നമുക്കറിയാം. എക്സ് ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് -5k + 5 ഡിവൈഡഡ് ബൈ k+1 = 0 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് -5k + 5 = 0. ദാറ്റ് ഇംപ്ലൈസ് ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ -k + 1 = 0. ദാറ്റ് ഇംപ്ലൈസ് k = 1. അപ്പോൾ എക്സ് ആക്സിസ് ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ 1:1 ആയിരിക്കും. 1:1. നമുക്ക് ആ പോയിൻ്റ് ഓഫ് ഡിവിഷൻ്റെ വൈ കോർഡിനേറ്റ് ഓൾറെഡി നമുക്കറിയാം, 0 ആണെന്നറിയാം. എക്സ് കോർഡിനേറ്റും കൂടെ കണ്ടുപിടിക്കണം. എക്സ് കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് Lx2 + Mx1/L+M ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 1 + 1 × -4/1 + 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 4/2. ദാറ്റ് ഈസ് ഈക്വൽ ടു -3/2. അപ്പോൾ പോയിൻ്റ് ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത് P -3/2, 0 ആണ്. പോയിൻ്റ് ഓഫ് ഡിവിഷൻ ഈസ് ക്യാപിറ്റൽ P -3/2, 0. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, 7ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് എ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ക്യാപിറ്റൽ A 1 5 ആൻഡ് ക്യാപിറ്റൽ B 3 7. എ ബി എന്ന സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി എന്ന സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ്സ് എ ബി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. അത് PXY ആണെന്നിരിക്കട്ടെ. ആൻസറിലേക്ക് വരാം. ലെറ്റ് PXY ബി ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിൻ്റ് PXY ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 + x2/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. മിഡ് പോയിൻ്റ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് y1 + y2/2 ആയിരിക്കും. ദാറ്റ് ഈസ് 5 + 7/2. ദാറ്റ് ഈസ് 12/2. അത് 6 ആയിരിക്കും. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2,6 ആണ്. പിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2,6 ആണ്. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് നമുക്ക് പോകാം. 8ാമത്തെ ചോദ്യം ഇതാണ്. If the points capital A 6 1, capital B 8 2, capital C 9 4 and capital D P3 are the vertices of a parallelogram taken in order, find small p. ഇതാണ് ചോദ്യം. ഒരു പാരലോഗ്രാമിൻ്റെ 4 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അതിൽ ഒരു വെർട്ടക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് പി ആണ്. ആ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒരു പാരലോഗ്രാമിൻ്റെ 4 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അതിൽ ഒരു വെർട്ടക്സിൻ്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് പി ആണ്. ആ പി കണ്ടുപിടിക്കണം. ഞാനൊരു ഫിഗർ റൈറ്റ് സൈഡിൽ വരച്ചു. ഒരു പാരലോഗ്രാം, അതിൻ്റെ വെർട്ടിസസ് ആണ് എയും ബിയും സിയും ഡിയും. ഡിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് പി എന്ന് പറയുന്നത്. പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ വെർട്ടിസസിൻ്റെയും 2 കോർഡിനേറ്റ്സ് നമുക്കറിയാം. ഡിയുടെ എക്സ് കോർഡിനേറ്റ് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. നമുക്ക് ആൻസറിലേക്ക് പോകാം. ലെറ്റ് ക്യാപിറ്റൽ A 6 1, ക്യാപിറ്റൽ B 8 2, ക്യാപിറ്റൽ C 9 4 ആൻഡ് ക്യാപിറ്റൽ D P3 ബി ദ വെർട്ടിസസ് ഓഫ് ദി പാരലോഗ്രാം. ആ പാരലോഗ്രാം വെർട്ടിസസ് ഇവരാണെന്നിരിക്കട്ടെ. തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ എടുത്തെഴുതി.
Let M be the midpoint. Let M be the point of intersection of the diagonals AC and BD. AC എന്ന ഡയഗണലിൻ്റെയും ബി ഡി എന്ന ഡയഗണലിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എം ആണെന്നിരിക്കട്ടെ. let M be the point of intersection of the diagonals AC and BD. AC എന്ന ഡയഗണലിൻ്റെയും ബി ഡി എന്ന ഡയഗണലിൻ്റെയും മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എം ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എം തീർച്ചയായിട്ടും മിഡ് പോയിന്റ് ഓഫ് AC ആയിരിക്കും. Let M be the point of intersection of the diagonals AC and BD. AC എന്ന ഡയഗണലിൻ്റെയും ബി ഡി എന്ന ഡയഗണലിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എം ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC ആയിരിക്കും. AC യുടെ മിഡ് പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് എമ്മിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1 + x2/2, y1 + y2/2 ആയിരിക്കും. അപ്പോൾ എമ്മിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 6 + 9/2, 1 + 4/2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 15/2, 5/2 ആയിരിക്കും. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ എം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. ഓൾസോ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി ഡി. ഓൾസോ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി ഡി. ബി ഡിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും എം എന്ന് പറയുന്നത്. അപ്പോൾ എമ്മിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് വീണ്ടും പറയാം. എമ്മിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1 + x2/2, ദാറ്റ് ഈസ് 8 + p/2, 2 + 3/2 ആയിരിക്കും. അപ്പോൾ എമ്മിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് വീണ്ടും പറയാം. 8 + p/2, 2 + 3/2, that is equal to 8 + p/2, 5/2. Call it as equation number 2. ഈ ഒന്നും രണ്ടും ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഈ 15/2 എന്ന് പറയുന്നത് 8 + p/2 തുല്യമാണ്. കാരണം ഒരു പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് യുണീക്കാണ്. എമ്മിന് 2 എക്സ് കോർഡിനേറ്റ് ഉണ്ടാവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ 15/2 എന്തിനോട് ഈക്വൽ ആയിരിക്കും? 8 + p/2 തുല്യമായിരിക്കും. ബൈ 1 and 2 നമുക്ക് പറയാം. 8 + p/2 15 ആയിരിക്കും. അപ്പോൾ 8 + p എന്ന് പറയുന്നത് 15 ആയിരിക്കും. അപ്പോൾ p എന്ന് പറയുന്നത് 15 - 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് 1 2, the point 1 2, 4 9, x, 6 and 3 5 are the vertices of a parallelogram taken in order. Find x and y. അത് ഹോംവർക്ക് ആയിട്ട് മാർക്ക് ചെയ്യുക. അടുത്ത ചോദ്യം. Find the coordinates of the point P. Find the coordinates of the point A ആണ്. Point A, where AB is the diameter of the circle whose center is whose center is 2 - 3 and B is 1 4. Once again, find the coordinates of a point A where AB is the diameter of a circle whose center is 2, -3 and capital B is 1 4. ഈ ഫിഗർ ശ്രദ്ധിക്കുക. എ ബി എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററാണ് എ ബി എന്ന് പറയുന്നത്. ബിയുടെ കോർഡിനേറ്റ്സ് അറിയാം, 1 4 എന്നറിയാം. അതുപോലെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് അറിയാം, 2, -3 എന്നറിയാം. നമുക്ക് എയുടെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് എയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആണെന്നിരിക്കട്ടെ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് വെച്ചാൽ എയുടെ കോർഡിനേറ്റ്സ് എക്സും വൈ ആണെന്നിരിക്കട്ടെ. ഹിയർ C 2 - 3 ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഹിയർ C എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്. C is the midpoint of AB ആണ്. Here C 2, -3 is the midpoint of AB. അങ്ങനെയെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് C എന്ന് പറയുന്നത്, C എന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 + x2/2 ആയിരിക്കും. ദാറ്റ് ഈസ് x + 1/2 ആയിരിക്കും. മിഡ് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എൻഡിൽ വരുന്നവരുടെ എക്സ് കോർഡിനേറ്റുകളുടെ സം /2 ആയിരിക്കും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് C എന്ന് പറയുന്നത് x + 1/2 ആയിരിക്കും. അത് 2 ആണ് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ x + 1 4 ആയിരിക്കും. അപ്പോൾ x എന്ന് പറയുന്നത് 4 - 1 3 ആയിരിക്കും. ഇനി y കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിന്റ് C, ആ C എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് y കോർഡിനേറ്റ് എന്ന് പറയുന്നത് y1 + y2/2 ആണ്. അപ്പോൾ 4 + 9 + 4/2, 9 + 4/2, ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ആണ്. അപ്പോൾ 9 + 4 എന്ന് പറയുന്നത് -6 ആയിരിക്കും. അപ്പോൾ y എന്ന് പറയുന്നത് -6 - 4, അത് -10 ആയിരിക്കും. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. A ഈസ് ഈക്വൽ ടു 3, -10 ആണ്. 3, -10. അടുത്ത ചോദ്യം. If capital A and capital B are -2, -2 and 2, -4 respectively, find the coordinates of P such that AP is equal to 3/7 into AB ആണ്. And P lies on the line segment AB. ഇതാണ് ചോദ്യം. If A and B are -2, -2 and 2, -4 respectively, find the coordinates of P such that AP is equal to 3/7 AB ആണ്. And P lies on AB ആണ്. ഇത് തനിയെ ഒന്ന് ആലോചിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ഇതാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 3 എക്സസൈസ് 7.2 NCERT ടെക്സ്റ്റ്. ഈ NCERT ടെക്സ്റ്റിലെ എക്സസൈസ് 7.2ലെ മൂന്നാമത്തെ ചോദ്യം ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC വിത്ത് വെർട്ടിസസ് x1 y1 x2 y2 and x3 y3 is the numerical value of the expression half into bracket another x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. x1 y1 x2 y2 x3 y3 ഈ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ്റെ ന്യൂമറിക്കൽ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കാണുക, അത് 5 ആണെങ്കിൽ ഏരിയ 5 ആയിരിക്കും. ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കാണുക, അതിപ്പോൾ -10 എന്ന് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 10 ആയിരിക്കും ഈ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത്. ഈ എക്സ്പ്രഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഹാഫ് ഇൻറ്റു ഈ ഫസ്റ്റ് ടേം ഓർത്ത് നോക്കണം. x1 ഇൻറ്റു y2 മൈനസ് y3 ആണ്. ഇവിടെ y2 മൈനസ് y3 ആണ്. ഇവിടെ സൈക്കിൾ ചേഞ്ച് കൊടുക്കുക. x1 കഴിഞ്ഞിട്ട് x2 കൊടുക്കുക, y2 കഴിഞ്ഞിട്ട് y3 കൊടുക്കുക, y3 കഴിഞ്ഞിട്ട് വീണ്ടും y1 കൊടുക്കുക. സൈക്ലിക് ചേഞ്ച് എന്ന് പറയുമ്പോൾ x1 കഴിഞ്ഞ് x2, x2 കഴിഞ്ഞ് x3, x3 കഴിഞ്ഞ് വീണ്ടും x1. അതുപോലെ y1 കഴിഞ്ഞ് y2, y2 കഴിഞ്ഞ് y3, y3 കഴിഞ്ഞ് വീണ്ടും y1. ഇപ്പോൾ ഫസ്റ്റ് ടൈമിനകത്ത് സൈക്കിൾ ചേഞ്ച് കൊടുക്കുമ്പോഴാണ് സെക്കൻഡ് ടൈം കിട്ടുന്നത്. സെക്കൻഡ് ടൈമിനകത്ത് സൈക്കിൾ ചേഞ്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് തേർഡ് ടൈം കിട്ടുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം നിങ്ങൾ. x1 x2 y1 x1 x2 x1 y1 x2 y2 x3 y3 ഈ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന x1 y1 x2 y2 x3 y3 ഈ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. നിങ്ങൾ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിപ്പോൾ നമുക്കൊരു 25 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഇപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് -25 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ 5 വരും. 25 ആയിരിക്കും ഏരിയ ആയിട്ട് വരുന്നത്. ആ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുത്തെഴുതിയാൽ മതി. അതായിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സ്പ്രഷൻ ഓർത്തിരിക്കണം നിങ്ങൾ. ഫസ്റ്റ് ടേമിൻ്റെ സൈക്ലിക് ചേഞ്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടൈം കിട്ടുന്നത്. സെക്കൻഡ് ടൈമിൽ സൈക്ലിക് ചേഞ്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് തേർഡ് ടൈം കിട്ടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 1 -1 -4 6 ആൻഡ് -3 -5. ഈ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളുടെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ആ വെർട്ടിസസിന് ഓരോ പേര് കൊടുക്കാം. ആദ്യത്തെ വെർട്ടെക്സിന് A എന്ന് പേര് കൊടുക്കുക, രണ്ടാമത്തെ വെർട്ടെക്സിന് B എന്ന് പേര് കൊടുക്കുക, മൂന്നാമത്തെ വെർട്ടെക്സിന് C എന്ന് പേര് കൊടുക്കുക. ഒരു ഫിഗറും സൈഡിൽ വരച്ചേക്കുക. ലെറ്റ് ക്യാപിറ്റൽ A 1 -1, ക്യാപിറ്റൽ B -4 6 ആൻഡ് ക്യാപിറ്റൽ C -3 -5 ബി ദ ഗിവൺ വെർട്ടിസസ്. ആ തന്നിരിക്കുന്ന വെർട്ടിസസിന് ABC എന്ന് പേര് കൊടുക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC സമം ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് ഇവിടെ സൈക്കിൾ ചേഞ്ച് കൊടുക്കുക x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇവിടെ x1 y1ൻ്റെ സ്ഥാനത്ത് 1 -1 ആണ്, x2 y2ൻ്റെ സ്ഥാനത്ത് -4 6 ആണ്, x3 y3യുടെ സ്ഥാനത്ത് -3 -5 ആണ്. ഇത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു ബ്രാക്കറ്റ് 6 + 5 പ്ലസ് -4 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് -5 + 1 പ്ലസ് -3 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് -1 -6 ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 11 plus -4 into -4 plus -3 into -7 that is equal to half into bracket at 11 plus 16 plus 21 that is equal to half into 48 that is equal to 24. അപ്പോൾ ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്ന് പറയുന്നത് 24 ആണ്. 24 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. 24 ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്ന് പറയുന്നത് 24 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് ക്യാപിറ്റൽ A 5 2 ക്യാപിറ്റൽ B 4 7 ആൻഡ് ക്യാപിറ്റൽ C 7 -4. ഈ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽസ് ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. നമുക്ക് x1 y1 എന്ന് പറയുന്നത് 5 2 ആണ്, x2 y2 എന്ന് പറയുന്നത് 4 7 ആണ്, x1 y1 എന്ന് പറയുന്നത് 5 2 ആണ്, x2 y2 എന്ന് പറയുന്നത് 4 7 ആണ്, x3 y3 എന്ന് പറയുന്നത് 7 -4 ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 7 + 4 പ്ലസ് 4 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് -4 -2 പ്ലസ് 7 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 - 7 ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 5 ഇൻറ്റു 11
plus 4 into minus 6 plus 7 into minus 5. That is half into 55 minus 24 minus 35 എന്ന് വരും. That is half into 55 minus 59 എന്ന് വരും. That is equal to half into minus 4 എന്ന് വരും. That is equal to minus 2. ഇതാണ് ആ എക്സ്പ്രഷൻ്റെ വാല്യൂ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ്. ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൈനസ് അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഷോ ദാറ്റ് ദ പോയിന്റ്സ്, ചോദ്യം ഇതാണ്, ഷോ ദാറ്റ് ദ പോയിന്റ്സ് capital P minus 1.5, 2, capital Q 6, -2 and capital R minus 3, 4 are collinear. ഈ 3 പോയിന്റുകൾ കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു എളുപ്പ വഴി ഇതാണ്. ട്രയാങ്കിൾ ആ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക. ഏരിയ 0 എന്നാണ് കിട്ടുന്നതെങ്കിൽ എൻ്റെ അർത്ഥം ആ 3 പോയിന്റ്സ് കൊളീനിയർ ആയിരിക്കും. അപ്പോൾ 3 പോയിന്റുകൾ കൊളീനിയർ ആണെന്ന് കാണിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ട്രയാങ്കിൾ ഈ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ 0 എന്നാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ദ പോയിന്റ്സ് ആർ കൊളീനിയർ എന്ന് തന്നെയാണ്. അപ്പോൾ ഏരിയ ഓഫ് നമുക്കപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. പിയും ക്യൂവും ആറും ഈ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വൽസ് ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് ഇവിടെ സൈക്കിൾ ചേഞ്ച് കൊടുക്കുക x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇവിടെ x1 y1ൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് -1.53 ആണ്. x2 y2 ഇതാണ് 6 മൈനസ് 2 ആണ്. x3 y3 എന്ന് പറയുന്നത് -3 4 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ 0 ആണെങ്കിൽ അതിനർത്ഥം ഈ 3 പോയിന്റ്സ് ഒരു ലൈനിലായിരിക്കും വരുന്നത്. ഈ 3 പോയിന്റ്സ് ദേ ലൈ ഓൺ ദ സെയിം ലൈൻ ആയിരിക്കും. ഈ 3 പോയിന്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളുടെ ഏരിയ 0 ആണെങ്കിൽ എൻ്റെ അർത്ഥം ദ ഗിവൺ പോയിന്റ്സ് ആർ കൊളീനിയർ എന്നാണ്. ഗിവൺ പോയിന്റ്സ് ആർ കൊളീനിയർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ പോയിന്റ്സ് A23 B4K ആൻഡ് C6 -3 ആർ കൊളീനിയർ. ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ കെയുടെ വാല്യൂ കാണുക. ഇതാണ് ചോദ്യം. ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ കെയുടെ വാല്യൂ കാണുക. നമുക്ക് ആൻസറിലേക്ക് പോകാം. ലെറ്റ് ദ ഗിവൺ പോയിന്റ്സ് ക്യാപിറ്റൽ A23, ക്യാപിറ്റൽ B4K, ക്യാപിറ്റൽ C6 -3 ആർ കൊളീനിയർ. ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് 0 ആയിരിക്കും. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഓക്കെ, x1 ഉം y1ഉം x1 x2 x3യും y1 y2 y3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 ഇൻറ്റു k പ്ലസ് 3 പ്ലസ് 4 ഇൻറ്റു -3 മൈനസ് 3 പ്ലസ് 6 ഇൻറ്റു 3 മൈനസ് k. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 2k പ്ലസ് 6 മൈനസ് 24 പ്ലസ് 18 മൈനസ് 6k എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു -4k എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2k. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു -2k. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. 2 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2k എന്ന് പറയുന്നത് 0 എന്ന് വരും. അപ്പോൾ k ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. k ഈസ് ഈക്വൽ ടു 0. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം, ഇഫ് ക്യാപിറ്റൽ A -5 7, ക്യാപിറ്റൽ B -4 -5, ക്യാപിറ്റൽ C -1 -6 and capital D 4 5 are the vertices of a quadrilateral. Find the area of the quadrilateral ABCD. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടിസസ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടിസസ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന വെർട്ടിസസ് വെച്ചിട്ട് നമ്മൾ ആ ക്വാഡ്രിലാറ്ററലിൽ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. ABCD വെർട്ടിസസ് ആയിട്ട് വരുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിനെ നമുക്ക് 2 ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നമ്മൾ BD എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെൻറ്റ് വരച്ചിട്ട് 2 ട്രയാങ്കിൾ ആക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ ഏരിയ കാണാൻ വേണ്ടി ABD എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും BCD എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ ഏരിയ കിട്ടും. അതാണ് എഴുതിയിരിക്കുന്നത്. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്നത് ഈക്വൽസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഈ 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയയുടെ സം ആയിരിക്കും ഈ ക്വാഡ്രിലാറ്ററൽ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ABD എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD സമം ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇവിടെ x1 y1 എന്ന് പറയുന്ന
-5 7 ആണ്. x2y2 എന്ന് പറയുന്നത് -4 -5 ആണ്. x3y3 എന്ന് പറയുന്നത് 4 5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 53 എന്ന് കിട്ടും. 53 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഡി കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഡി എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ഇവിടെ x1y1ൻ്റെ സ്ഥാനത്ത് -4 -5 ആണ്. x2y2ൻ്റെ സ്ഥാനത്ത് -1 -6 ആണ്. x3y3യുടെ സ്ഥാനത്ത് 4 5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 19 എന്ന് നമുക്ക് കിട്ടും. ഇതെല്ലാം കൂടെ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി സമം 53 + 19 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ 72 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. ഇതുപോലെ ഒരു ചോദ്യം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ വിത്ത് വെർട്ടിസസ് -4 -2 -3 -5 3 -2 ആൻഡ് 2 2 3 ടേക്കൺ ഇൻ ഓർഡർ. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ നിങ്ങൾ തനിയെ ചെയ്യുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. വീഡിയോ 1 2 തവണ നിങ്ങൾ കാണുക. വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക. ആ നോട്ട്സ് പഠിച്ചു മാറുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ തുടങ്ങാം. താങ്ക്